Hello friends, welcome back to Art and Ashraf YouTube channel. നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്കിനെ നമ്മൾ ഒരുപാട് കോപ്പികളാക്കാറുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം കോപ്പികളാക്കി എടുക്കാറുണ്ട്. ഫോട്ടോഷോപ്പിലൊക്കെ ആണെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു രീതി ഫോട്ടോഷോപ്പോട് കൂടി അവസാനിക്കുകയാണ്. നമ്മൾ ഇല്ലുസ്ട്രേറ്ററിലേക്കോ ഇൻഡിസൈൻ, കോൾഡ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സെന്റിമീറ്ററിലേക്കോ മില്ലിമീറ്ററിലേക്കോ ഒക്കെ കൃത്യമായിട്ട് കോപ്പി ചെയ്തെടുക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു വിസിറ്റിംഗ് കാർഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത് സാധാരണ 3 മില്ലിമീറ്റർ ഒക്കെ അകലത്തിലാണ് ഓരോ വിസിറ്റിംഗ് കാർഡും വരാറുള്ളത്. അതിൽ തന്നെ നമ്മൾ അതിന് ബ്ലീഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 1.5 സെന്റിമീറ്റർ അകലത്തിലാണ് ഓരോ ബ്ലീഡും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളിവിടെ ഓരോ മില്ലിമീറ്ററിനും അത്രയധികം പ്രാധാന്യമുണ്ട്. 1 മില്ലിമീറ്റർ പോലും വ്യത്യാസം വരാതെയാണ് ഓരോ വർക്കുകളും നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിസിറ്റിംഗ് കാർഡ് സെറ്റ് ചെയ്തതിനെ പറ്റിയിട്ടും ഈ ബ്ലീഡ് എന്താണ് എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയുടെ വിശദമായിട്ട് പറയാം. ഇവിടെ നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് കോപ്പി ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് പലരും കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടൊക്കെ സജസ്റ്റ് ചെയ്ത ചെറിയൊരു കാര്യത്തെ പറ്റി പറയാം. ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഒക്കെ കുറച്ച് പഴയൊരു വേർഷനിലാണ്. അപ്പോൾ ഇത് പുതിയൊരു വേർഷനിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കുമെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡിസൈനർ എന്ന നിലയിൽ ഞാനും വർക്ക് ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷനിലാണ്. പക്ഷെ ഞാൻ ഈ ട്യൂട്ടോറിയൽ അവതരിപ്പിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ്റെ പരിമിതി മൂലം ഈ ഒരു വേർഷനെ നമുക്ക് സാധ്യമാകുന്നുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ദയവായിട്ടൊന്ന് സഹകരിക്കുക. അതുപോലെ തന്നെ അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ CS5 വരെയുള്ള വേർഷനുകളിൽ അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ വൈറ്റ് കളറായിരിക്കും. CS6 മുതലാണ് അതിൻ്റെ ഇൻ്റർഫേസ് ബ്ലാക്ക് കളറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വൈറ്റ് ഇൻ്റർഫേസ് ഒക്കെ കാണുമ്പോൾ ചില മുൻധാരണകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് പഴയ വേർഷനിലാണ്, അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് പഴയതായിരിക്കും എന്ന ഒരു ഉദാഹരണം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ വീഡിയോകളും മാക്സിമം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനിങ് കണ്ടന്റുകളെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഈ CS5 പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CC. അതിലും ഇതേ ഓപ്ഷൻ തന്നെയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കുറച്ച് അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. A3 സൈസിലുള്ള ഒരു പേജാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു വിസിറ്റിംഗ് കാർഡും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്വന്തം കമ്പനിയുടെ പേര് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഇവിടെ കോപ്പി ചെയ്യുന്നത്, ഇവിടെ ഓരോ വിസിറ്റിംഗ് കാർഡുകൾക്കിടയിലും സ്പേസ് ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ കോപ്പി ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ സ്പേസ് ഉള്ള രീതിയിലും കോപ്പി ചെയ്ത് കാണിക്കാം. നമുക്ക് ഈ ഒരു കാർഡിൻ്റെ അളവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോം എന്നൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആക്കേണ്ടതുണ്ട്. ഈ ഒരു ബാറിലും ഇതിൻ്റെ അളവ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ ഒരു വിൻഡോ ഓപ്പൺ ആക്കുന്നു. ഇവിടെ Shift F8 പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ആക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അളവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 9 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു കാർഡിൻ്റെ വിഡ്ത്ത്, 5.3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. നമ്മൾ ഈ കാർഡ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ മൂവ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിത് ഹോറിസോണ്ടൽ ആയിട്ടാണ് ആദ്യം കോപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ഹോറിസോണ്ടൽ എന്ന ഈ ഓപ്ഷനിൽ നമ്മൾ ഈ കാർഡിൻ്റെ സൈസായിട്ടുള്ള 9 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. ഇനി നമുക്കറിയാം ഇത് വെർട്ടിക്കലായിട്ട് ഇപ്പോൾ കോപ്പി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ 0 പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഈ മൂന്നാമത്തെ ബോക്സ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക മാത്രം ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ 9 ഇങ്ങോട്ട് വരുന്നത് കാണാം. അതിനുശേഷം ഇവിടെ OK പ്രസ് ചെയ്യരുത്. OK പ്രസ് ചെയ്യുമ്പോൾ ഇത് മൂവ് എന്നുള്ളൊരു ഓപ്ഷനാണ്. OK പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് 9 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് മൂവ് ആവുകയാണ് ചെയ്യുക. നമ്മളിവിടെ കോപ്പിയാണ് പ്രസ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് ഇങ്ങോട്ട് കോപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോപ്പിയാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ്. നമ്മൾ Ctrl+D പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കോപ്പി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് എത്ര കോപ്പിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് Ctrl+D പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഫില്ലായിട്ടുണ്ട്, 4 കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 4 വർക്കും സെലക്ട് ചെയ്യുന്നു. വീണ്ടും എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കറിയാം ഇനി നമുക്ക് ഹോറിസോണ്ടൽ അല്ല കോപ്പി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ 0 പ്രസ് ചെയ്യുന്നു. വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാർഡിൻ്റെ ഹൈറ്റ് 5.3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മളിവിടെ 5.3 എന്ന് ടൈപ്പ് ചെയ്യുന്നു.
ഈ മൂന്നാമത്തെ ഡിസ്റ്റൻസ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ഈ 5.3 ഇങ്ങോട്ട് വരുന്നത് കാണാം. ശേഷം ഇവിടെ കോപ്പി പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് കോപ്പി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ Ctrl+D എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് കൂടുതൽ കോപ്പി എടുക്കുന്നു. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒറ്റ തവണ കാണുന്നതോടുകൂടി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് ഹോറിസോണ്ടലായിട്ട് കോപ്പി ആവശ്യമുള്ളപ്പോൾ നമ്മളിവിടെ ഹോറിസോണ്ടൽ എന്നുള്ള ഓപ്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് 0 ആക്കിയിടണം, അല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് ടോട്ടലി മാറിപ്പോവും. വെർട്ടിക്കലായിട്ട് പോകുമ്പോൾ ഇവിടെ വെർട്ടിക്കൽ മാത്രം ടൈപ്പ് ചെയ്യുക. ഇനി അതിന് ശേഷം ഈ ഒരു വർക്ക് നമ്മൾ ടോട്ടലി സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടും ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ അൺഗ്രൂപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വർക്ക് കൃത്യമായ അളവിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് സെറ്റ് ചെയ്തിടുന്നത്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഈ ഒരു കാർഡിനെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സ്പേസിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്ന് നോക്കാം. ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ ഒരു കാർഡിനെ ഈ ഒരു ഫസ്റ്റ് കാർഡിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാർഡ് മാത്രമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു, ശേഷം എൻ്റർ അടിക്കുന്നു. ഇവിടെ നമ്മൾ ഹോറിസോണ്ടലായിട്ട് ഒരു 18 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു, വെർട്ടിക്കലായിട്ട് ഇവിടെ 15.9 സെൻറ്റിമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡിസ്റ്റൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു കാർഡ് കൃത്യമായിട്ട് ഈ ഒരു സ്പേസിനകത്തേക്ക് വരുന്നു. നമുക്ക് കാണാം കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ വെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അളവിലേക്ക് കൃത്യമായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. സാധാരണയായിട്ട് ഇങ്ങനെ ഒരു പേജിനകത്ത് പലതരത്തിലുള്ള ലേബലുകളും ഒന്നായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ലേബലിൽ 10,000 എണ്ണം ക്വാണ്ടിറ്റി വേണ്ട ലേബൽ നമ്മൾ 10 എണ്ണം വീതം ഇതിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ 5,000 ക്വാണ്ടിറ്റി വേണ്ടത് ഒരു 5 എണ്ണം വീതം സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് 1000 കോപ്പി ആയിട്ട് അടിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ലേബലുകൾ നമുക്ക് ലഭിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബ്ലീഡൊക്കെ കൊടുത്തിട്ട് ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ വിസിറ്റിംഗ് കാർഡിൻ്റെ ഇടയിൽ നമുക്ക് സ്പേസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 9 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവെന്ന് നമുക്കിവിടെ അറിയാം. നമ്മളൊരു 9.3 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. ശേഷം ഇവിടെ വെർട്ടിക്കലായിട്ട് 0 ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ഓരോ വിസിറ്റിംഗ് കാർഡിൻ്റെ ഇടയിലും 3 mm സ്പേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം Ctrl+D തന്നെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കോപ്പി എടുക്കുന്നു. സാധാരണ ഇങ്ങനെ കോപ്പി ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതൊക്കെ കട്ടിംഗ് മാർക്ക് അല്ലെങ്കിൽ ട്രിം മാർക്ക് ഒക്കെ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ളൊരു ടിപ്പാണ്. നമ്മളിങ്ങനെ ഈ ഒരു വർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു മൂവ് ഓപ്ഷൻ വരാൻ വേണ്ടി എൻ്റർ പ്രസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മൂവ് ടൂള് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഈ ഒരു ഓപ്ഷൻ വരുത്താവുന്നതാണ്. ഇങ്ങനെ ഒരു വിൻഡോ വരുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ബോക്സ് ഓൾറെഡി സെലക്റ്റായി കിടക്കുന്നുണ്ടാവും. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ് അപ്പോൾ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടാബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബോക്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സെലക്ഷൻ പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള അളവ് അവിടെ കൊടുക്കുന്നു. വീണ്ടും ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഈ സെലക്ഷൻ മാറി വരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള അളവുകൾ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഈ ടാബും പ്രസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണിത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഒരു രീതി പ്രൊഫഷണലായിട്ടുള്ളൊരു രീതിയാണെങ്കിലും പലരും കൂടുതൽ ഫാസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ മറ്റൊരു രീതിയിലും ചെയ്യാറുണ്ട്. നമ്മുടെ കീബോർഡിൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയുണ്ട്. അറിയാത്തവർക്ക് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ അത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നേരത്തെ 9 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ -9 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വർക്ക് മൂവ് ചെയ്യുന്നത് ഇടത് ഭാഗത്തേക്കായിരിക്കും. എപ്പോഴും മൈനസ് എന്ന് കൂടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ
ഇടത് ഭാഗത്തേക്കായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പി. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മുടെ വർക്കിനകത്ത് തന്നെ പല സാഹചര്യങ്ങളിലും കടന്നു വരാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം മാത്രം ഇവിടെ പറയാം. നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ലെയറുകളും ഒരുപാട് എലമെൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ അത് തിരിച്ച് തൽസ്ഥാനത്ത് തന്നെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു വർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാഹചര്യത്തിലുള്ളതാണ്. പലപ്പോഴും പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകളിലും ഇങ്ങനെ കൃത്യസ്ഥലത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവെക്കാൻ പറ്റാറില്ല. അതായത് ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ആണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ ഒരു ഐക്കൺ മാത്രമായിട്ട് നമുക്ക് മാറ്റിയിട്ട് അത് തിരിച്ചു കൊണ്ടുവെക്കുമ്പോൾ കൃത്യമായിട്ട് കൊണ്ടുവെക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഡിസൈനേഴ്സ് ചെയ്യാറുള്ളത് ഈ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. അതിന് ശേഷം ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒരു -20 സെൻറ്റിമീറ്ററാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള അളവ് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ 0 കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് 20 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടുത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇത് എൻ്റർ പ്രസ് ചെയ്തിട്ട് 20 സെൻറ്റിമീറ്റർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതേ സ്ഥലത്ത് തന്നെ എത്തുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പല ഡിസൈനേഴ്സും ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു സാഹചര്യം വളരെ ലളിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ ഒരു ഓപ്ഷൻ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ മാനുവലായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മില്ലിമീറ്റർ അടിസ്ഥാനത്തിൽ കൊണ്ടുവെക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ എൻ്റർ പ്രസ് ചെയ്തിട്ട് ഈ മൂവ് ഓപ്ഷനിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് തിരിച്ചെത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൂവ് കോപ്പി ഓപ്ഷനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. ഇനി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കട്ടിംഗ് മാർക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാർക്ക് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. എന്താണ് ഈ രജിസ്ട്രേഷൻ മാർക്ക്? ഈ രജിസ്ട്രേഷൻ മാർക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറിൻ്റെ പ്രസക്തി എന്താണ് എന്നതിനെ പറ്റിയൊന്നും അധികം പറഞ്ഞു കേൾക്കാറില്ല. അതായത് ഈ ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണ്ട് രജിസ്ട്രേഷൻ മാർക്ക് പോലെ തന്നെയല്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ രജിസ്ട്രേഷൻ മാർക്കോ കട്ടിംഗ് മാർക്കോ ആയി മാറില്ല. ഇതിനകത്ത് വരുന്ന ഈ കളറിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.